നമസ്കാരം. നമ്മുടെ കേരള സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപം കൊണ്ട കാലഘട്ടത്തിൽ തന്നെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലും ശ്രീ വിജയുടെ നേതൃത്വത്തിൽ TVK എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഇലക്ഷനെ നേരിടുകയും അധികാരത്തിൽ വരികയും ചെയ്തിരുന്ന കാര്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നമ്മൾ ഈ പുതിയ രണ്ട് സർക്കാരുകളിലെയും പരിശോധിക്കുമ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ എടുത്തിരിക്കുന്ന ചില നിലപാടുകൾ, ചില കർശനമായ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ശ്രീ വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ഉടനെ തന്നെ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ. അതായത് 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് പൈസ അടയ്ക്കേണ്ടതില്ല, അത് സർക്കാർ അവർക്ക് ഫ്രീ ആയിട്ട് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. തമിഴ്നാട്ടിനെ സംബന്ധിച്ച് അത് വലിയ ഒരു ജനവിഭാഗത്തിന് ഏറ്റവും വലിയൊരു തുണയാണ്. കാരണം ഏകദേശം 2.4 കോടിയോളം വരുന്ന ജനങ്ങൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ആദ്യമേ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു തീരുമാനമാണ്, അതായത് ടാസ്മാക് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഗണത്തിൽപ്പെടുന്ന മദ്യശാലകൾ, അത് ഏകദേശം 717ഓളം മദ്യശാലകളാണ് പൂട്ടുവീണത്. അതായത് സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റാൻഡുകളിൽ ഇതിൻ്റെയൊക്കെ ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന എല്ലാ മദ്യശാലകളും, അത് ഏകദേശം 717ഓളം വരും. അത്രയും മദ്യശാലകൾ അടച്ചുപൂട്ടിയിരിക്കുന്ന കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പല നല്ല പ്രവൃത്തികളും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാ സർക്കാരുകളും പുതിയൊരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് അത്തരം കാര്യങ്ങളൊക്കെ എല്ലാ സർക്കാരുകളും കൊണ്ടുവരാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ കേരള സർക്കാരും കൊണ്ടുവന്ന പല കാര്യങ്ങളും നമ്മൾ ഇതിനോടകം പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മളിതിനകത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ വരുത്തിയിരിക്കുന്ന ചില പരിഷ്കാരങ്ങളാണ്. അതായത് തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ജാതി ചിഹ്നങ്ങളും പേരുകളും നിർത്തലാക്കാൻ തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ കുട്ടികളുടെ ഇടയിൽ ജാതി വിവേചനവും അക്രമങ്ങളും വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് പ്രത്യേകിച്ച് 2023 നങ്കുനേരി സംഭവം, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ജാതിയുടെ പേരിൽ വലിയൊരു പ്രശ്നം ഉണ്ടായൊരു സംഭവമാണ് നങ്കുനേരി സംഭവം. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇതിനെതിരെ കർശന നടപടികൾ സ്വീകരിച്ചത്. ഇതിനായിട്ട് നിയോഗിച്ച ജസ്റ്റിസ് K. ചന്ദ്രു കമ്മിറ്റി സമർപ്പിച്ച ശുപാർശകളുടെ അടിസ്ഥാനത്തിലും 2025 മദ്രാസ് ഹൈക്കോടതി ഉത്തരവിൻ്റെയും അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ തിരിച്ചറിയുന്ന തരത്തിലുള്ള കൈക്കയർ എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ കിട്ടുന്ന ചരടുകളാണ്. അതുപോലെ തന്നെ മോതിരങ്ങൾ, പ്രത്യേകതരം മോതിരങ്ങൾ, നെറ്റിയിലെ പ്രത്യേക കുറിമാനങ്ങൾ, നിറമുള്ള ഹെയർ റിബണുകൾ എന്നിവ ധരിക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കുട്ടികളുടെ ഇടയിൽ ജാതി, മതം, അത്തരം വിവേചനങ്ങൾ അത് ഒട്ടും നല്ലതല്ല. അത് ഏത് രാജ്യത്താണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ കർശനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഈ ചെറുപ്രായത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അടി ഉറച്ചു കൊടുക്കുന്നത്. അതാണ് പിന്നീട് വളർന്നു വരുമ്പോഴും മേൽജാതി, ഞങ്ങളൊക്കെ മേൽജാതി അല്ല നിങ്ങളൊക്കെ കീഴ്ജാതി എന്നുള്ള നിലയിലുള്ള ആ ജാതി വേർതിരിവും അതിൻ്റെ പേരിൽ വരുന്ന സ്പർദ്ധകളും അത് വളരെയധികം സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ എടുത്ത് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മറ്റ് തമിഴ്നാട്ടിൽ അതുപോലെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ അത് വ്യാപകമാണ്. കേരളത്തിൽ അത്രയും തന്നെ ഇല്ല, പക്ഷേ കേരളത്തിലും അത് നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ ചുമ്മാ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില തിട്ടൂരങ്ങൾ എന്നുള്ളതിൽ കഴിഞ്ഞ് ഇതിൽ നിന്ന് യാതൊരു കഴമ്പുമില്ല. കാരണം നമ്മുടെയൊക്കെ ശരീരത്തോടെ ഓടുന്ന രക്തം, ബ്ലഡ്, അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഗ്രൂപ്പിൻ്റെ മാത്രം വ്യത്യാസമുള്ളൂ. നമുക്കറിയാം, O പോസിറ്റീവ്, O നെഗറ്റീവ്, AB പോസിറ്റീവ്, നെഗറ്റീവ്, B പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഗ്രൂപ്പുകൾ, ബ്ലഡ് ഗ്രൂപ്പ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് ഉയർന്ന ജാതിയിലും താണ ജാതിയിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ, കണ്ണാണെങ്കിലും ഹാർട്ടാണെങ്കിലും കരളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് കിഡ്നി ആണെങ്കിലും ഏതെല്ലാം അവയവങ്ങളും അതൊക്കെ താണ ജാതിയാണെങ്കിലും ഉയർന്ന ജാതിയാണെങ്കിലും അതിനൊന്നും ഒരു വ്യത്യാസവുമില്ല. ഇപ്പോൾ ഈ ജാതി എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ട് മനുഷ്യൻ വേർതിരിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വൃത്തികെട്ട ഒരു ഘടകമാണ് എന്നുള്ളത്
സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ എടുത്തിരിക്കുന്ന ആ ഒരു നിലപാട് വളരെ ശ്ലാഘനീയം തന്നെയാണ്. അതിനകത്തിപ്പോൾ എടുത്തു കാണേണ്ട, കാരണം ഇത് സ്കൂളിലാണ് ഇങ്ങനെ ഒരു കർശന നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കുട്ടികൾ തങ്ങളിൽ ജാതി അടിസ്ഥാനത്തിൽ ഒരു വേർതിരിവ് ഒരിക്കലും അറിയാനോ അടയാളപ്പെടുത്താനോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ കൂട്ടത്തിൽ ചിലപ്പോൾ ഉത്തരവിൽ അത്തരം കാര്യങ്ങളും കൂടെ സർക്കാരിൻ്റെ ഉത്തരവിൽ കടന്നു വരുമായിരിക്കാം. കാരണം ഇവിടെ മുസ്ലിം പെൺകുട്ടികളുടെ തലയിൽ തട്ടമിടുന്നതും സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ കണക്കും പ്രകാരമാണെങ്കിൽ അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അവിടെയും അങ്ങനെ ഒരു വേർതിരിവ് വരാൻ പാടില്ല. അങ്ങനെ വേർതിരിവ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ മറ്റു മതസ്ഥരെ ചോദ്യം ചെയ്യാനും പിന്നെ അതിൻ്റെ പേരിലൊരു സ്പർദ്ധകൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഒരുപോലെയുള്ള ഒരു നിയമങ്ങൾ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ പേരുകളിലാണെങ്കിലും സ്കൂളുകളിലെ പേരുകളിൽ ജാതി ഒഴിവാക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എവിടെയും ജാതിയുടെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ കളറുകൾ, അതുപോലെ തന്നെ ഈ ആദി, ദ്രാവിഡർ, അതുപോലെ വെൽഫെയർ, ഇത്തരം പേരുകളൊക്കെ സ്കൂളുകളിലെ പേരുകളുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് കർശനമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പുകളൊക്കെ നൽകുമ്പോൾ അവിടെ രഹസ്യാത്മകതയുണ്ട്. അത് മറ്റും ആവശ്യമായി വരുന്ന കുട്ടികളുടെ ജാതി വിവരങ്ങൾ ക്ലാസ് മുറികളിൽ പൊതുവിടങ്ങളിൽ പരസ്യപ്പെടുത്താൻ പാടില്ല. വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ജാതി വിവേചനം കാണിക്കുന്ന അധ്യാപകർക്കെതിരെ കർശനമായ നടപടികൾ, അത് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം ചിലയിടത്തൊക്കെ അധ്യാപകർ തന്നെ ഇത്തരം വിഷയങ്ങളിനകത്ത് വളരെ തങ്ങൾക്ക് മുജ്ജന്മമായിട്ട് കിട്ടിയിരിക്കുന്നോ അല്ലെങ്കിൽ പ്രത്യേക വരദാനമായിട്ട് കിട്ടിയിരിക്കുന്ന ജാതിപ്പെട്ടവരാണ് എന്നൊക്കെ ധരിച്ചു വെക്കുന്ന ചില അധ്യാപകരുണ്ട് ഇപ്പോഴും. അപ്പോൾ അത്തരക്കാർക്കൊക്കെ എതിരെ കർശന നടപടികൾ വളരെ നല്ലത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ പെരുമാറുന്നുണ്ടോ ഇല്ലയോ എന്നറിയിക്കാനായിട്ടൊരു രഹസ്യാത്മകമായിട്ടുള്ള ഒരു സംഭവം, അതായത് വിദ്യാർത്ഥി മനസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സുകൾ സ്കൂളുകളിൽ സ്ഥാപിക്കുക. അതുപോലെ തന്നെ വെൽഫെയർ ഓഫീസർമാരെ നിയമിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, അതും വളരെ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഈ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ എതിരെയുള്ള കർശനമായ നിയമങ്ങൾ, അതൊക്കെ നമ്മുടെ എല്ലാ സർക്കാരുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ കേരള സർക്കാരും ഒക്കെ അത്തരം കാര്യത്തിന് അതൊക്കെ വളരെ അഗ്രസീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്നിനെതിരെയൊക്കെ തമിഴ്നാട് സർക്കാരും ഒക്കെ നിലപാടെടുക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിനകത്ത് എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 കേരളം ആണ് എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സർക്കാരിൽ രമേശ് ചെന്നിത്തല കൊണ്ടുവന്നിരിക്കുന്ന ഓപ്പറേഷൻ തുഫാൻ എന്ന ആ ഒരു പരിപാടി, മയക്കുമരുന്നിനെതിരെയുള്ള ആ ഒരു പോരാട്ടം അതിശക്തമായിട്ട്, അത് ഈ കേരളത്തിലാണ് അത് ഏറ്റവും ശക്തമായിട്ട് തുടങ്ങിയത്. വളരെയധികം ജനങ്ങൾ അത് നെഞ്ചോട് ചേർത്ത് എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കേരളത്തിലുള്ള സകല മേഖലയിലുള്ള ജനങ്ങൾ, സമാധാനം ആഗ്രഹിക്കുന്ന, നീതിബോധമുള്ള പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട്, അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇതൊന്നും നോക്കാതെ തന്നെ അതിശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഓപ്പറേഷൻ തുഫാൻ പൂർണ്ണ സപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്ര ഗവൺമെൻറ് പോലും കൂടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ പോലും കൂടെ ആ ഒരു കാര്യത്തിനകത്ത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഈ ഓപ്പറേഷൻ തുഫാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭാഗമാക്കിക്കൊണ്ടു ഇപ്പോൾ വരുന്നത് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്നിപ്പം മനോരമയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പെരുമ്പാവൂരിൽ നിന്ന് പിടിച്ച ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിക്ക് വെറും 5 മണിക്കൂറിനുള്ളിൽ തന്നെ ജാമ്യം ലഭിച്ചു. അപ്പോൾ അങ്ങനെ ജാമ്യത്തിൽ എടുക്കാനായിട്ട് ഒരു മാഫിയ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമത്തിലെ നൂലാമാലകൾ അല്ലെങ്കിൽ പഴുതുകളാണ്, നിയമത്തിലെ പഴുതുകളാണ് ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം കൊടും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ജാമ്യത്തിലേക്ക് വിടാൻ ഉള്ള ഒരു പഴുത് ഒരിക്കലും ഉണ്ടാവരുത്. ഇനി വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു നിർമ്മാണം തന്നെ അഡീഷണലായിട്ട് ഉണ്ടാക്കിക്കൊണ്ടാണെങ്കിൽ പോലും കൂടെ നിയമസഭ പാസ്സാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് പാസ്സാക്കിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഈ മയക്കുമരുന്നിനെതിരെ അതിശക്തമായ നിലപാടുകളും നടപടികളും അതുപോലെ തന്നെ ശിക്ഷ ഉറപ്പുവരുന്ന ഒരു കാര്യത്തിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.